03 കൗണ്ട്. ഓക്കെ, ഒരു ശ്രദ്ധിച്ചാൽ മതി. npm create write at latest ആണ് 03 counter. npm I എവിടെ ചെന്നാലും എന്താണ് വിക്ക് ഓക്കെ. നോക്കിയേ, നമ്മുടെ ആവശ്യം എന്താ? അതെ, ഇങ്ങനെ സാധനം വേണം അല്ലേ, ഒരു ബട്ടൺ വേണം. ഇത് പ്രസ് ചെയ്യുമ്പോൾ സംഭവിക്കണം, കൗണ്ട് പോകണം. എങ്ങനെ ചെയ്യാം? എന്തോ അത് വിട്, അതില്ലാതെ അല്ലെങ്കിൽ വരാം. നോർമലി എങ്ങനെ ചെയ്യാം? അതില്ലാതെ എങ്ങനെയാ? ഇവിടെ ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ട് കമ്പൈൻ ചെയ്യാലോ. അതായത് നിർദ്ദേശിതല്ല, ഒരു വേരിയബിളിലേക്ക് ആദ്യം എന്ത് ചെയ്യാം, ലെറ്റ് ഓക്കെ കൗണ്ട് ഈക്വൽ ടു 0. ഓക്കെ, എന്നിട്ട് ഈ കൗണ്ട് എന്ന് പറഞ്ഞ വേരിയബിൾ ഉള്ള വാല്യൂ ആണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ ആണല്ലോ. കൗണ്ട് 10 ആണെങ്കിൽ അവിടെ ഉണ്ട്. ഓക്കെ, ഇനി എന്താ വേണ്ടേ? ആ ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് കൗണ്ട് കൂടണം അല്ലേ? അങ്ങനെയാണെങ്കിൽ അതിനെന്ത് കൊടുക്കണം? ഓൺ ക്ലിക്ക് ഈക്വൽ ടു. ഓക്കെ, ഇതിലേക്ക് ഒരു ഫംഗ്ഷൻ പാസ് ചെയ്യാം. ഫംഗ്ഷൻ ആണല്ലോ. കൗണ്ട് പ്രസ് ചെയ്യുമ്പോൾ സംഭവിക്കണം കൗണ്ട് പ്ലസ് പ്ലസ് ഇങ്ങനെ എഴുതാം. അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് കോൺസ്റ്റ് ഓൺ ക്ലിക്ക്, ഇഷ്ടമുള്ള പേര് കൊടുക്കാം ഫംഗ്ഷന്. ഞാൻ അത് തന്നെ കൊടുത്തേ ഉള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യാം? ഇവിടെ എടാ ഇത് ആട്രിബ്യൂട്ട് അല്ലേ, അപ്പൊ കുഴപ്പമില്ല, അത് കൊടുക്കാം. ഇങ്ങനെ ആയാലും മതി. ഓൺ ക്ലിക്ക് ഇങ്ങനെ കൊടുക്കാം, അല്ലെ അവിടെ തന്നെ എഴുതാൻ ചെയ്യാം. ഓക്കെ ആണല്ലോ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഞാൻ ഈ ഫംഗ്ഷൻ കോഡ് എന്ത് ചെയ്തു? ചേഞ്ച് ചെയ്തു. അപ്പോൾ ചേഞ്ച് ചെയ്യുമ്പോൾ സമയം വെച്ചാൽ ഈ ബ്രൗസർ ചെയ്യുന്ന പരിപാടി വെച്ചാൽ ഈ ഓക്കെ ഒരു കാര്യം പറഞ്ഞിട്ടല്ലേ വരാം. ഓക്കെ, അതായത് നമ്മൾ ഇവിടെ ചെയ്യുന്ന പരിപാടി ഇത്രേ ഉള്ളൂ. അതായത് HTML കോഡിനെ എടുക്കുന്നു, റെൻഡർ ചെയ്യുന്നു. അതിനിടയ്ക്ക് ഒരു സാധനമുണ്ട്, അതിനാണ് ഡോം എന്ന് പറയാം. ഡോം കേട്ടോ? ഡോം, ഡോക്യുമെന്റ് ഒബ്ജക്ട് മോഡൽ എന്ന് പറയാം. ഡോം ഇതെന്താ വെച്ചാൽ നമ്മുടെ HTML കോഡിന്റെ ഒരു ജാവാസ്ക്രിപ്റ്റ് റെപ്രസെന്റേഷൻ ആണ് ഈ ഡോം. അതായത് ബ്രൗസർ ആദ്യം ചെയ്യുന്ന വെച്ചാൽ ഈ HTML കോഡിനെ എടുത്തിട്ട് ഡോമായിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഈ ഡോമിനെ എടുത്തിട്ടാണ് UI പെയിന്റ് ചെയ്യുക, അതോ UI റെൻഡർ ചെയ്യുക. അപ്പോൾ ഈ ഡോമായിട്ട് എന്തിനെ കൺവേർട്ട് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്തുള്ള ജാവാസ്ക്രിപ്റ്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയാണ്. നമുക്ക് HTML-ലും ജാവാസ്ക്രിപ്റ്റ് ഇന്ററാക്ട് ചെയ്യാമല്ലോ ഡോക്യുമെന്റ് ഡോട്ടൊക്കെ വെച്ചിട്ട്. അപ്പോൾ അവിടെ അത് രണ്ടും ഇന്ററാക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? രണ്ടും സെയിം ആയിരിക്കണം, സെയിം ലാംഗ്വേജ് ആയിരിക്കണം. അപ്പം ഈ ബ്രൗസർ എന്ത് വെച്ചാൽ നമ്മൾ എഴുതുന്ന HTML കോഡിനെ കൺവേർട്ട് ചെയ്ത് ഡോം ആക്കും. ഡോം മീൻസ് നമ്മുടെ HTML കോഡിന്റെ ജാവാസ്ക്രിപ്റ്റ് റെപ്രസെന്റേഷൻ. നമ്മളത് അറിയേണ്ട ആവശ്യമില്ല, നമ്മളത് വർക്ക് ചെയ്യാറില്ല. അത് ആരാ ചെയ്യുന്നത്? ബ്രൗസർ ചെയ്തോളും. അപ്പോൾ ബ്രൗസർ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ HTML കോഡിനെ കൺവേർട്ട് ചെയ്ത് അതിന്റെ തന്നെ ജാവാസ്ക്രിപ്റ്റിന്റെ ഒരു വേർഷനിലേക്ക് മാറ്റും. എന്നിട്ടാണ് നമ്മൾ എഴുതുന്ന ജാവാസ്ക്രിപ്റ്റ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുക. ഓക്കെ, അല്ലാണ്ട് ആ ഡോമിനെ എടുത്തിട്ടാണ് UI പെയിന്റ് ചെയ്യുക. ഓക്കെ ആണല്ലോ. ഇപ്പം ഒരു കാര്യം ആലോചിക്കുക, നമ്മുടെ ആ ഒരു പേജിനകത്ത് ഇപ്പൊ ഇത് ചെയ്തു. ഓക്കെ, നമ്മളൊരു ബട്ടൺ പ്രസ് ചെയ്തു, എന്തോ ഒരു കളർ മാറിയെന്ന് വെച്ചോ. അപ്പൊ കളർ മാറുന്ന വെച്ചാൽ സംഭവിക്കുക, നമ്മുടെ ഡോമിനകത്ത് ഒരു ചേഞ്ച് വന്നു. അപ്പൊ എന്ത് ചെയ്യും? നമ്മുടെ ബ്രൗസർ എന്ന് വെച്ചാൽ ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഇപ്പം ആ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആ ഇനിഷ്യൽ കോഡാണ്. നമ്മൾ ഫസ്റ്റ് ഓപ്പൺ ചെയ്തപ്പോൾ ഒരു കോഡ് ഉണ്ടായിരുന്നല്ലോ, ആ കോഡ് വെച്ചിട്ട് UI ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ കോഡിനെ കൺവേർട്ട് ഡോം ആക്കി, ഡോമിനെ കൺവേർട്ട് ചെയ്ത് UI ആക്കി. ഓക്കെ ആണല്ലോ. ഇനി UI ഒരു ചേഞ്ച് വന്നു. ചേഞ്ച് വരുന്ന സമയത്ത് എന്താ വെച്ചാൽ നമ്മുടെ ഫുൾ UI ഉണ്ടല്ലോ, ഫുൾ UI, അതായത് ചേഞ്ച് വന്ന ചിലപ്പോൾ ഒരു ബട്ടണിലായിരിക്കാം, ഒരു ബട്ടന്റെ കളർ ആയിരിക്കാം മാറിയത്. പക്ഷേ
ഫുൾ യു എന്ത് ചെയ്യും, ഒന്നുകൂടെ റീറെൻഡർ ചെയ്യുന്ന പറയാം. റിഫ്രഷ് റീറെൻഡർ ചെയ്യുക, അതായത് ഫുൾ റിഫ്രഷ് അല്ല, റീറെൻഡർ എന്ന് പറയാം. അതായത് ഫുൾ കോഡ് എന്ത് ചെയ്യും, ഒന്നുകൂടെ എടുത്തിട്ട് പെയിന്റ് ചെയ്യും. ഓക്കെ, ഒന്നുകൂടെ എടുത്തിട്ട് ഡോം ആക്കിയിട്ട് ഒന്നുകൂടെ പെയിന്റ് ചെയ്യും. അപ്പൊ ആ പെയിന്റ് ചെയ്യുന്ന സമയത്ത് പുതിയ ചേഞ്ച് ആയിട്ട് കാണും. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതിനകത്തുള്ള ഒരു പ്രശ്നം വെച്ചാൽ ചെറിയൊരു കോഡെങ്കിലും മാറിയാൽ ഫുൾ പേജ് എന്ത് ചെയ്യും, റെൻഡർ ആവും. ഈ റെൻഡറിംഗ് എന്ന് വെച്ചാൽ ഭയങ്കര എക്സ്പെൻസീവ് പ്രോസസ്സാണ്. കാര്യം നമ്മൾ ക്രോമിന്റെ ഒരു ടാബ് എടുത്ത് ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ CPU കുറച്ച് ചൂടാവും, ഇല്ലേ, ഒന്ന് സ്ലോ ആവും, ശരിയല്ലേ? കാര്യം ഒരുപാട് ടാബ് എടുത്തിട്ടുണ്ട്. കാര്യം ഈ ക്രോമാണ് ഏറ്റവും കൂടുതൽ റാം ഒക്കെ പിടിക്കുന്നത്. അപ്പൊ ഈ എന്താ UA റെൻഡർ ചെയ്യാന്ന് പറയുന്ന പ്രോസസ് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഓക്കെ, അപ്പൊ ഇത് വർക്ക് ചെയ്യുന്നത് നോർമലി ഇങ്ങനെയാണ്. അതായത് എന്താ, ഇതുപോലെ എന്തെങ്കിലും ചേഞ്ച് വന്നാൽ ഫുൾ UA ഒന്നുകൂടെ റീപെയിന്റ് ചെയ്യും, റീറെൻഡർ ചെയ്യും, ഫുള്ള് കൺവേർട്ട് ചെയ്തിട്ട് പിന്നെ ചെയ്യും. ഇങ്ങനെയാണ് വർക്ക് ചെയ്യുക. അപ്പം ഇതിനുള്ള ഒരു പ്രശ്നം വെച്ചാൽ ഇത് കുറച്ച് സ്ലോ ആണ്, കമ്പാരിറ്റീവ്ലി സ്ലോ ആണ്. ഇപ്പൊ റിയാക്ട് വർക്ക് ചെയ്യുന്ന രീതി എന്താണെന്ന് വെച്ചാൽ, എവിടെയാണോ ചേഞ്ച് വന്നത്, റിയാക്ട് ചെയ്യുന്നവരോട് നമ്മൾ റിയാക്ട് വെച്ചിട്ടാണ് ചെയ്യുന്നത്. റിയാക്ട് എന്ന് വെച്ചാൽ ഈ ഡോമിന്റെ ഒരു കോപ്പി എടുത്ത് വെക്കും. ഓക്കെ ആണല്ലോ, ഡോമിന്റെ, അതിന് വിർച്വൽ ഡോം എന്ന് പറയും. നമ്മൾ ഇനി അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും, ഇത് പഠിക്കാൻ വേണ്ടി ഇത് പറയണം. വിർച്വൽ ഡോം എന്ന് പറയും, ഡോമിന്റെ ഒരു കോപ്പി. ഓക്കെ ആണല്ലോ, എന്നിട്ട് ഒരു കോപ്പി അല്ല 2 കോപ്പി എടുത്ത് വെക്കും റിയാക്ട്. എന്ത് ചെയ്യുന്നവരോട് വെച്ചാൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നു വെച്ചോ, അപ്പൊ റിയാക്ട് എന്താ വെച്ചാൽ ഈ വിർച്വൽ ഡോമിൽ അപ്ഡേറ്റ് ചെയ്യും. ഈ വിർച്വൽ ഡോമിൽ അപ്ഡേറ്റ് ചെയ്യുന്ന പറയുന്നത് എക്സ്പെൻസീവ് അല്ല, പെട്ടെന്ന് ചെയ്യാം. എന്നിട്ട് ഇവരെന്ത് വെച്ചാൽ 2 കോപ്പി ഉണ്ടല്ലോ, ഒരു കോപ്പി അപ്ഡേറ്റ് ചെയ്യാത്ത കോപ്പി, ഒന്ന് അപ്ഡേറ്റ് ചെയ്ത കോപ്പി, ഇത് തമ്മിൽ കമ്പയർ. ഇതിനൊക്കെ അൽഗോരിതംസ് ഉണ്ട്, പ്രോഗ്രാംസ് ഉണ്ട്. അതാണ് റിയാക്റ്റിലുള്ള പ്രോഗ്രാംസ്. കമ്പയർ ചെയ്തിട്ട് ഇത് മനസ്സിലാക്കുക എവിടെയാണ് ചേഞ്ച് വന്നതെന്നും ആ നോഡ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഏറ്റവും മിനിമൽ സ്റ്റെപ്പിൽ അതിനെ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കും. എന്നിട്ട് ആക്ച്വൽ ഡോമിൽ ആ ഭാഗത്ത് മാത്രം അപ്ഡേറ്റ് ചെയ്യും. എന്നിട്ട് അത് ആ ഒരു ഭാഗം മാത്രം റെൻഡർ ചെയ്യും. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ടുള്ള ഗുണം എന്താ, ആ ഫുൾ UA റെൻഡർ ആവുന്ന സ്റ്റെപ്പ് ഒഴിവാക്കാം. എവിടെയാണോ ചേഞ്ച് വന്നത് അവിടെ മാത്രം റെൻഡർ ചെയ്യും. അതുകൊണ്ട് തന്നെ നോർമലി റിയാക്ട് എന്ത് ചെയ്യില്ല, ചുമ്മാ അങ്ങ് റെൻഡർ ചെയ്യില്ല. നമ്മൾ പറയണം റെൻഡർ ചെയ്യൂ, എന്നാലേ എന്ത് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് UA അപ്ഡേറ്റ് ആകാത്തത്. അതായത് ചേഞ്ച് വരുന്നുണ്ട്, നമ്മുടെ ആ ഒരു വേരിയബിൾ തുറന്നു നോക്കി, കൗണ്ട് എന്ന് പറഞ്ഞ വേരിയബിൾ തുറന്നു നോക്കുവാണെങ്കിൽ അതിനകത്ത് എന്തുണ്ട്, വാല്യൂ മാറുന്നുണ്ട്. പക്ഷെ ആ ചേഞ്ച് വെച്ചിട്ട് UAയിലേക്ക് എന്ത് ചെയ്യുന്നില്ല, റെൻഡറിങ് നടക്കുന്നില്ല. മനസ്സിലായോ? അതായത് ഡോമിന് വാല്യൂ മാറുന്നുണ്ട്, ആ ഡോം എടുത്തിട്ട് എന്ത് ചെയ്യുന്നില്ല, UA ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നില്ല. മനസ്സിലായോ? അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് കാണാത്തത്. ഇത് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പറയണം ചെയ്യൂ. നോർമൽ കേസ് ആണെങ്കിൽ എന്താ വന്നേനെ, പക്ഷെ റിയാക്ട് ഉപയോഗിക്കുന്ന സമയത്ത് ഇത് വരില്ല. ഇതും റിയാക്ടിനോട് നമ്മൾ പറയണം ഇത് റെൻഡർ ചെയ്യാം. റിയാക്ട് ഏറ്റവും മിനിമം സ്റ്റെപ്പിൽ ഇതുപോലെ എന്ത് ചെയ്യും, നമുക്ക് റെൻഡർ ചെയ്ത് തരും. അതുകൊണ്ട് തന്നെ റിയാക്ട് നമ്മുടെ നോർമലി നമ്മൾ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഫാസ്റ്റ് ആണ്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ടാണ് റിയാക്ട് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ റിയാക്ട് 90 വരുന്നുണ്ട്, അപ്പൊ അതിനകത്ത് കുറച്ചുകൂടെ ഒരു അൽഗോരിതം ഒക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും അത്. ഓക്കെ ആണല്ലോ. അപ്പം ഈ ഒരു കേസ് ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യില്ല, ഇത് ചുമ്മാ അപ്ഡേറ്റ് ആവില്ല. അപ്ഡേറ്റ് ആവണമെങ്കിൽ നമ്മൾ പറയണം. അപ്പൊ എന്ത് ചെയ്യും, ചേഞ്ച് വന്നാൽ UA അപ്ഡേറ്റ് ചെയ്ത് തരും. ഓക്കെ, റിയാക്ട് പൊതുവെ നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ ഫുൾ പേജ് അതുപോലെ തന്നെ എന്ത് ചെയ്യും, മൊത്തത്തിൽ റെൻഡർ ആവാണ് ചെയ്യുക. പക്ഷെ പോയി നമ്മൾ പഠിക്കും ഏതാണ് വേണ്ടത്, അത് മാത്രം റെൻഡർ ചെയ്യാം. ഓക്കെ ആണല്ലോ, അപ്പൊ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് വളരെ എളുപ്പമാണ്, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. റിയാക്ടിനകത്ത് ഒരു സ്പെഷ്യൽ ഫംഗ്ഷൻ ഉണ്ട്. സ്പെഷ്യൽ ഫംഗ്ഷൻ ഇപ്പൊ റിയാക്ടിനകത്ത് നമ്മൾ ഇതുവരെ ഒന്നും ഉപയോഗിച്ചില്ല. ഇപ്പൊ റിയാക്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു ലൈബ്രറിക്കകത്തുള്ള ഒരു ഫംഗ്ഷൻ ആണ് യൂസ് സ്റ്റേറ്റ്. ഇതിന് ഹുക്ക് എന്നാണ് പറയാതെ കുറച്ച് കഴിഞ്ഞ് നോക്കാം. ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതാണ് യൂസ് സ്റ്റേറ്റ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ വരിക, യൂസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് ഫംഗ്ഷനെ കോൾ ചെയ്യാം. ഓക്കെ ആണല്ലോ, ഈ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, UI അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഒരു നോർമൽ വേരിയബിളാണ്. ഓക്കെ, ഇപ്പൊ നോർമൽ വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ആ ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ അത് അവർ എക്സ്പോർട്ട് ചെയ്തേക്കുന്നത് വെച്ചാൽ നീംഡ് എക്സ്പോർട്ടാണ്. 2 ടൈപ്പ് എക്സ്പോർട്ട് നമ്മൾ പറഞ്ഞല്ലേ, ഒരു ഫയലിൽ നമുക്ക് 2 രീതിയിൽ എക്സ്പോർട്ട് ചെയ്യാം. നീംഡ് എക്സ്പോർട്ട് ഉണ്ട്, ഡിഫോൾട്ട് എക്സ്പോർട്ട് ഉണ്ട്. ഈ യൂസ് സ്റ്റേറ്റ് കേളി കൊടുക്കുന്ന കാര്യം, റിയാക്ട് ചെയ്യുന്ന അവർ ഇതിനെ എക്സ്പോർട്ട് ചെയ്യുന്നത് നീംഡ് എക്സ്പോർട്ടാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ അതിനെ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അതാണ് സംഭവം. അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. റിയാക്ടിലെ മിക്ക സാധനങ്ങളും അവരിങ്ങനെ തന്നെയാണ് ശരി. കാര്യം ഒരു റിയാക്ട് എന്ന് പറഞ്ഞ ഈ ഒരു ഫയലിനകത്ത് ഒന്നിൽ കൂടുതൽ ഫംഗ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പം റിയാക്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫയലിൽ നിന്ന് ഒരു സാധനം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡിഫോൾട്ട് എക്സ്പോർട്ട് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവർ ഫുള്ള് നീഡ് എക്സ്പോർട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താ വെച്ചാൽ, ഇപ്പൊ നോക്കിയാൽ ഒരു നോർമൽ വേരിയബിൾ ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഒരു നോർമൽ വേരിയബിൾ യൂസ് ചെയ്ത് അതിനകത്ത് എന്തെങ്കിലും ചേഞ്ച് വന്നു കഴിഞ്ഞാൽ റിയാക്ട് UA അപ്ഡേറ്റ് ചെയ്യില്ല. നമുക്ക് UA അപ്ഡേറ്റ് ആവണമെങ്കിൽ റിയാക്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു വേരിയബിൾ യൂസ് ചെയ്യണം. എന്നിട്ട് ആ വേരിയബിൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി റിയാക്ട് മനസ്സിലാക്കുക ചേഞ്ച് വന്നു, അപ്ഡേറ്റ് ചെയ്യണം, അത് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ചെയ്ത് തരും. അതിനാണ് നമ്മൾ യൂസ് സ്റ്റേറ്റ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ യൂസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഫംഗ്ഷൻ ആണ്, ഇത് ഉപയോഗിക്കുന്നത് വെച്ചാൽ UA അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നോക്കാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിനൊരു സിൻടാക്സ് ഉണ്ട്, ഡീസ്ട്രക്ചറിങ് പഠിച്ചാലേ. ഓക്കെ, അപ്പം അതാണ് സംഭവം. ഞാൻ ജസ്റ്റ് എഴുതാം എന്നിട്ട് പറയാം. ഓക്കെ, ഇപ്പോൾ യൂസ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്യുകയാണെങ്കിൽ ഈ ഫംഗ്ഷൻ നമുക്ക് 2 സാധനങ്ങൾ റിട്ടേൺ ചെയ്യും.
ഒന്നൊരു വേരിയബിൾ, ഒന്നൊരു ഫംഗ്ഷൻ. അതായത് യൂസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ എവിടെയെങ്കിലും കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് രണ്ട് സാധനങ്ങൾ റിട്ടേൺ ചെയ്യും. ഒന്നൊരു വേരിയബിൾ, ഒന്നൊരു ഫംഗ്ഷൻ. ഒരു രണ്ട് ഐറ്റംസ് നമ്മൾ സാധാരണ ഒരു ഫംഗ്ഷൻ ഒരു ഐറ്റമാണ് റിട്ടേൺ ചെയ്യാം. ഒന്നിൽ കൂടുതൽ ഐറ്റം റിട്ടേൺ ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെ റിട്ടേൺ ചെയ്യും? ഒബ്ജക്റ്റ് ഉപയോഗിക്കാം, വേറെ അറേ ആയിട്ട് ചെയ്യാം ഇല്ലേ? ഒന്നിൽ കൂടുതൽ ഐറ്റം ഒരു ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യണമെങ്കിൽ നമുക്ക് ഒന്നുകിൽ ഒബ്ജക്റ്റ് ആയിട്ട് റിട്ടേൺ ചെയ്യാം, അല്ലെങ്കിൽ അറേ റിട്ടേൺ ചെയ്യാം. ഇവർ ചെയ്തേക്കുന്നത് അറേ ആയിട്ടാണ് റിട്ടേൺ ചെയ്തേക്കുന്നത്. ഓക്കെ, അതായത് എഴുതി കാണിക്കാം. ഇങ്ങനെയല്ല, ജസ്റ്റ് അത് ആ സിൻടാക്സ് ഒക്കെ സിൻടാക്സ് ആയിട്ട് കാണിക്കാം. നമ്മൾ ഇതിനെ എങ്ങനെ കോൾ ചെയ്യുന്നത് വെച്ചാൽ കോൺസ്റ്റ് ഈക്വൽ ടു യൂസറിനെ കോൾ ചെയ്യാം. ഇത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഒരു അറയിലാണ് വരിക. ആദ്യം വരുന്നത് ഒരു വേരിയബിൾ, പിന്നെ വരുന്നത് ഈ വേരിയബിളിനെ ചേഞ്ച് ചെയ്യാനുള്ള ഫംഗ്ഷൻ. ഓക്കെ, സിൻടാക്സ് ഞാൻ ഇപ്പോൾ പറയാം. അപ്പം ഇവിടെ നമ്മൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു വേരിയബിളും കിട്ടും, ഇവിടെ നമുക്ക് ഈ വേരിയബിൾ ചേഞ്ച് ചെയ്യാനുള്ള ഫംഗ്ഷൻ കിട്ടും. നമ്മൾ ഈ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ഈ വേരിയബിളിനെ ചേഞ്ച് ചെയ്താൽ റിയാക്റ്റിന് മനസ്സിലാവും ഓക്കെ ഒരു ചേഞ്ച് സംഭവിച്ചു, യു അപ്ഡേറ്റ് ചെയ്യണം. അതല്ല നമുക്ക് വെറുതെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഈ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് ഈ വേരിയബിളിനെ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ മനസ്സിലാവുള്ളൂ ഒരു ചേഞ്ച് സംഭവിച്ചു, ഇത് നടക്കണം. അപ്പോൾ ഈ ഫംഗ്ഷനും ഈ വേരിയബിളൊക്കെ ഓൾറെഡി റിയാക്ട് സെറ്റ് വെച്ചിരിക്കുന്നതാണ്. ഓക്കെ ആണല്ലോ, നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം, അവിടെ വന്നോളൂ. ഡീസ്ട്രക്ചറിങ് അല്ലേ, അറേ ഓർമ്മയുണ്ടോ? ഓക്കെ, അതായത് ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ കറക്റ്റായിട്ടല്ല, ജസ്റ്റ് ചുമ്മാ എഴുതാം. അതായത് ഇപ്പോൾ ഇവരിങ്ങനെ ഫംഗ്ഷൻ ആയിട്ടുണ്ടാവും, കോൺസ്റ്റ് യൂസ് സ്റ്റേറ്റ് ഉണ്ടാവും. ഓക്കെ, എന്നിട്ട് ഈ ഫംഗ്ഷനകത്ത് ഇവർ ഓൾറെഡി ഒരു വേരിയബിൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അതുപോലെ ഇവരെന്ത് ചെയ്യും, ഈ ഒരു വേരിയബിളിനെ എന്ത് ചെയ്യാൻ ചേഞ്ച് ചെയ്യാൻ ഒരു ഫംഗ്ഷൻ ആയിട്ടുണ്ടാവും. ഓക്കെ, ഓക്കെ, ഇതിന് സ്റ്റേറ്റ് എന്ന് കൊടുക്കാം. സെറ്റ് ഈക്വൽ ടു ഈ ഫംഗ്ഷനിലേക്ക് എന്ത് വരുന്നോ എന്ത് ചെയ്യും, സ്റ്റേറ്റ് ഈക്വൽ ടു. ഓക്കെ, എന്നിട്ട് ഇവർ ഇവിടുന്ന് റിട്ടേൺ സ്റ്റേറ്റ് കോമ സെറ്റ് സ്റ്റേറ്റ്. ഇങ്ങനെയായിരിക്കും അവർ എഴുതി വെച്ചേക്കുന്നത്. അതായത് അവർ ഒരു ഫംഗ്ഷൻ എഴുതും, ഈ ഫംഗ്ഷനകത്ത് അവർ വേരിയബിൾ ഡിഫൈൻ ചെയ്യും, ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യും. ഈ ഫംഗ്ഷന്റെ ജോലി എന്താ, ഈ ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്തിട്ട് ആ ഫംഗ്ഷനിലേക്ക് എന്തെങ്കിലും പാസ് ചെയ്താൽ അത് സ്റ്റേറ്റിലേക്ക് എടുത്ത് വെക്കും. മനസ്സിലായോ? അപ്പോൾ വേറെ കുറേ സാധനങ്ങൾ ഇട്ടിട്ടുണ്ടാവും, ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, എന്നിട്ട് എന്താ അതിനെ റിട്ടേൺ ചെയ്തേക്കണം അറയിൽ. അപ്പം അറയിൽ റിട്ടേൺ ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇഷ്ടമുള്ള പേരിൽ ഡീസ്ട്രക്ചർ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഏത് പേര് ഡീസ്ട്രക്ചർ ചെയ്താലും ആദ്യം ഇവിടെ എന്താ ഓർഡർ ആണ് മാറ്റർ ചെയ്യുക. ഞാൻ ഇവിടെ കൗണ്ട് കോമ സെറ്റ് കൗണ്ട് എന്ന് കൊടുത്താൽ ഈക്വൽ ടു യൂസ് ചെയ്യുന്ന കോൾ ചെയ്യാം. ഈ കൗണ്ടിലേക്ക് എന്താ വരിക, ഇത് വരും. സെറ്റ് കൗണ്ടിലേക്ക് എന്താ വരിക, സെറ്റ് സ്റ്റേറ്റ്. ഓക്കെ, ഇത് മാത്രമല്ല നമുക്ക് ഈ യൂസ് സ്റ്റേറ്റ് ഉണ്ടല്ലോ, ഇതിന്റെ ആ ഒരു ബ്രാക്കറ്റ് ഉണ്ടല്ലോ, അതിലേക്ക് ഒരു വാല്യൂ പാസ് ചെയ്യാം. എന്ത് വാല്യൂ ആണ്, നമ്പറോ സ്ട്രിങ്ങോ ഒബ്ജക്റ്റോ അറിയാം. നമ്മൾ എന്ത് പാസ് ചെയ്യുന്നോ, ഞാൻ ഇവിടെ 0 പാസ് ചെയ്തു, അതാണ് ഈ സ്റ്റേറ്റിന്റെ ഇനിഷ്യൽ വാല്യൂ. അതായത് ഇവിടെ അവർ എന്താ ഇപ്പോൾ എന്താ ഇനിഷ്യൽ വാല്യൂ എടുത്തിട്ട് ഇതേ ഇങ്ങനെ എടുത്തിട്ടുണ്ടാവും. ഓക്കെ ആണല്ലോ, ഇങ്ങനെയാണ് അവരത് ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്ന രീതി. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ഫോർമാറ്റിൽ ഇതിനെ എടുക്കുന്നത്. മനസ്സിലായി പറഞ്ഞ കാര്യം? എല്ലാവരും മനസ്സിലായോ? ഓക്കെ, അപ്പം ഇത് ഞാൻ ചുമ്മാ ഇതാണ് ഈ രീതിയിലാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ഇതിനകത്ത് വേറെ സാധനങ്ങൾ അൽഗോരിതംസ് ഒക്കെ കാണും, അപ്ഡേറ്റ് ചെയ്യാനുള്ള ഇൻഫർമേഷൻ കൊടുക്കാനൊക്കെ, ചേഞ്ച് ചെയ്ത് ഡിറ്റക്ട് ചെയ്ത് ചെയ്യാനൊക്കെ ഉള്ള സാധനം കാണും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഇങ്ങനെ കൊടുക്കുന്നത്. അതായത് നമ്മൾ ഇവിടെ ഇനിഷ്യൽ വാല്യൂ എന്ത് കൊടുക്കുന്നു, 0. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഈ കൗണ്ടിന്റെ ഇനിഷ്യൽ വാല്യൂ 0 ആവും. അതായത് ഞാൻ കാണുന്നത് ഓക്കെ അതെ ഇപ്പോഴും 0 അല്ല വന്നേക്കുന്നത്. ഞാനിവിടെ 10 കൊടുക്കുന്നു. ഇപ്പോൾ എന്ത് ചെയ്യും, കാര്യം ഈ കൗണ്ട് നമ്മളിവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ? ഓക്കെ, പിന്നെ നമ്മുടെ ആവശ്യം എന്താ, നമ്മുടെ ആവശ്യം എന്ന് വെച്ചാൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ കൗണ്ട് മാറുക. നമുക്ക് കൗണ്ട് പ്ലസ് പ്ലസ്. ഓക്കെ, മാറുന്നുണ്ടോ? അസൈൻമെന്റ് കോൺസ്റ്റന്റ് വേരിയബിൾ റെഡി ചെയ്യുന്നുണ്ട്. ലെറ്റ് ആക്കാം. കോൺസ്റ്റന്റ് വിളിച്ചാൽ രണ്ടും കോൺസ്റ്റന്റ് ആക്കും. എന്നിട്ട് മാറുന്നുണ്ടോ? കൗണ്ട് നമ്മളിവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ? ഓക്കെ, പിന്നെ നമ്മുടെ ആവശ്യം എന്താ, നമ്മുടെ ആവശ്യം എന്ന് വെച്ചാൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ കൗണ്ട് മാറുക. നമുക്ക് കൗണ്ട് പ്ലസ് പ്ലസ്. ഓക്കെ, മാറുന്നുണ്ടോ? അസൈൻമെന്റ് കോൺസ്റ്റന്റ് വേരിയബിൾ റെഡി ചെയ്യുന്നുണ്ട്. ലെറ്റ് ആക്കാം. കോൺസ്റ്റന്റ് വിളിച്ചാൽ രണ്ടും കോൺസ്റ്റന്റ് ആക്കും. എന്നിട്ടും മാറുന്നുണ്ടോ? മാറുന്നു. ഓക്കെ, മാറുന്നില്ല. അതിന്റെ കാര്യം എന്താ വെച്ചാൽ ഈ കൗണ്ട് എന്ന് പറഞ്ഞ വേരിയബിളിനെ ഇത് മാറുന്നുണ്ട്. ആക്ച്വലി കൗണ്ടിന്റെ വാല്യൂ മാറുന്നുണ്ട്. പക്ഷേ ഈ കൗണ്ട് എന്ന് പറഞ്ഞ വേരിയബിളിനെ നമ്മൾ ഈ കിട്ടിയ ഫംഗ്ഷൻ ഉപയോഗിച്ച് ചേഞ്ച് ചെയ്താൽ മാത്രമേ യു അപ്ഡേറ്റ് ആവുള്ളൂ. യു അപ്ഡേറ്റ് ആയാൽ മാത്രം. ഇപ്പം എന്താ വെച്ചാൽ ഇപ്പം കൗണ്ടിന്റെ വാല്യൂ 1 ആവുന്നു, 2 ആവുന്നു, 3 ആവുന്നു. പക്ഷേ യു എയിൽ ആ ചേഞ്ച് വരുന്നില്ല. കാര്യം ആ പുതിയ വാല്യൂ വെച്ച്, കാര്യം കൗണ്ടിന്റെ വാല്യൂ ഇപ്പോൾ 3 ആയിട്ടുണ്ടാവല്ലോ. പക്ഷേ യു എയിൽ ആ പുതിയ ചേഞ്ച് വെച്ചിട്ട് യു അപ്ഡേറ്റ് ആവുന്നില്ല. ഓക്കെ ആണല്ലോ? അതുകൊണ്ടാണ് എന്ത് ചെയ്യാതെ നമുക്ക് കാണാതെ നമ്മൾ ഈ സെറ്റ് കൗണ്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് ഇത് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ എന്ത് ചെയ്താൽ കൗണ്ടിന്റെ വാല്യൂ മാറും. കൗണ്ടിന്റെ വാല്യൂ മാറുന്ന സമയത്ത് എന്ത് ചെയ്യും, യു അപ്ഡേറ്റ് ആവും. യു അപ്ഡേറ്റ് ആവുന്ന സമയത്തുള്ള കൗണ്ടിന്റെ വാല്യൂ ആണ് കാണിക്കുക, അതായത് മാറിയ വാല്യൂ അല്ലേ? അല്ല, കൗണ്ട് പ്ലസ് പ്ലസ് കൊടുക്കില്ല. പകരം
ഈ സെറ്റ് കൗണ്ടിന് എന്ത് നമ്മൾ കൊടുക്കുന്നോ അതാണ് കൗണ്ട് വരിക. സെറ്റ് കൗണ്ടിൽ നമ്മൾ എന്ത് കൊടുക്കുന്നോ അതാണ് കൗണ്ട് വരിക. ഇവിടെ കൗണ്ട് പ്ലസ് പ്ലസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ചോദിച്ചാൽ അങ്ങനെ കൊടുത്താൽ ശരിക്കും ഇവിടെ എന്താ പോവുക, കൗണ്ട് ഈക്വൽ ടു കൗണ്ട് പ്ലസ് 1 അല്ലേ. അപ്പൊ നമ്മൾ ഡയറക്റ്റ് ചേഞ്ച് ചെയ്തേക്കുന്നത്, ഇതൊരു എക്സ്പ്രഷൻ അല്ലേ, ഇതിലേക്ക് പാസ് ചെയ്യേണ്ടത് വാല്യൂ ആണ്. അതായത് കൗണ്ട് പ്ലസ് 1, അതായത് കൗണ്ടിൽ ഇപ്പോൾ എന്തുണ്ടോ അതേ പ്ലസ് 1. ഓക്കെ, അതിന് മുമ്പ് ഒരു കാര്യം ഞാൻ സെറ്റ് കൗണ്ട് ഓഫ് 5 എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ സംഭവിക്കായിരിക്കും 5 പിന്നെ പ്രസ് ചെയ്യുമ്പോഴും 5 തന്നെ. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഓരോ വട്ടം പ്രസ് ചെയ്യുമ്പോഴും ഇപ്പൊ എന്തുണ്ടോ ഒന്ന് കൂടണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ കൗണ്ട് പ്ലസ് 1 കൊടുക്കും. അപ്പൊ എന്ത് ചെയ്യും, ഇപ്പൊ സെറ്റ് കൗണ്ട് എന്താ വെച്ചാൽ കൗണ്ടിൽ എന്തുണ്ടോ അതിനെ റീപ്ലേസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ, കൗണ്ട് എന്തുണ്ടോ അതായത് മാറ്റി റീപ്ലേസ് ചെയ്യുക. ഓക്കെ, അപ്പം ആദ്യമേ കൗണ്ടിൽ 0, ഇപ്പൊ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് കൗണ്ട് പ്ലസ് 1, അതായത് 1 ആണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. 0 എടുത്ത് മാറ്റിയിട്ട് 1 നോക്കും. ഓക്കെ ആണല്ലോ, കൂടെ ആഡ് ചെയ്യല്ല, റീപ്ലേസ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ എന്ത് ചെയ്യുന്നു കണ്ടോ, ഇപ്പൊ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, കൗണ്ട് കൂടും. മനസ്സിലായത്? കാര്യം പ്രസ് ചെയ്യുന്ന സമയത്ത് സെറ്റ് കൗണ്ട് വർക്ക് ആവുകയും അതിലേക്ക് ഓരോ വാല്യൂസ് ഇങ്ങനെ ആഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ കൗണ്ടിന്റെ വാല്യൂ മാറും. കൗണ്ടിന്റെ വാല്യൂ മാറുന്ന സമയത്ത് സംഭവിക്കും, UA അപ്ഡേറ്റ് ആവും. കാര്യം റിയാക്ട് വർക്ക് ചെയ്യുന്ന രീതി അതാണ്. ഓക്കെ ഓക്കെ, മനസ്സിലായോ? ട്രൈ നോക്കിയേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഞാൻ ചേട്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് 2 വട്ടം വേണം. മനസ്സിലായി? നമുക്ക് എന്താ വേണ്ടേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇപ്പൊ നമുക്ക് നമ്മൾ ആദ്യം എന്താ പ്ലസ് ആണ്, കൗണ്ട് ലെസ് ദാൻ 10 ആണെങ്കിൽ മാത്രം ഇത് വർക്ക് ചെയ്യണം. ഇല്ല, സിംഗിൾ ആയിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, രണ്ടും ആണോ? ഓക്കെ, ഇത് ആഡ് കണ്ടോ, ഇതിന് കൂടുതലല്ല. കാര്യം എന്താ, കൗണ്ട് 10 താഴെ ആണെങ്കിൽ മറ്റേ വർക്ക് ആവുള്ളൂ. 9 വരെ വർക്ക് ആവുള്ളൂ. 9 വരെ വർക്ക് ആകുമ്പോൾ 9 പ്ലസ് 10 അത് വർക്ക് കിട്ടും. ഇനി അടുത്ത എന്താ, 0-ന് താഴേക്ക് പോകരുത്. അപ്പൊ എന്ത് കൊടുക്കും, കൗണ്ട് 0 കൊടുക്കണം, 1 കൊടുക്കണം. 0 ആകുമ്പോൾ സംഭവിക്കാം ഓക്കെ. ഇനി ഇവിടെ നമ്മൾ ആഡ് ചെയ്തു, അതായി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഒരു റീസെറ്റ് ബട്ടൺ നോക്കണം. റീസെറ്റ് പ്രസ് ചെയ്യുമ്പോൾ സംഭവിക്കണം, അതെങ്ങനെ ചെയ്യാം? ശരി, കണ്ടോ, ഞാനിങ്ങനെ ചെയ്യാൻ നോക്കി. ഞാൻ വേറെ സെപ്പറേറ്റ് ഫംഗ്ഷൻ എഴുതിയില്ല, പകരം എന്ത് ചെയ്തു, ആ ഫംഗ്ഷൻ ഇവിടെ തന്നെ ഡിഫൈൻ ചെയ്തു. അല്ലേ, എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇങ്ങനെ എഴുതാൻ പറ്റും എനിക്ക്. നോക്കി ശ്രദ്ധിക്കണത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുണ്ടോ, ഞാൻ അവിടെ റീസെറ്റിന് വേണ്ടി സെപ്പറേറ്റ് ഫംഗ്ഷൻ എഴുതിയില്ല, പകരം അവിടെ തന്നെ ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ ആഡ് ചെയ്ത് കുറച്ചാക്കിയിട്ട് റീസെറ്റ് വിളിക്കുകയാണെങ്കിൽ 0 വരും. അപ്പം ഇവിടെ കൊടുത്ത സിൻടാക്സ് നോക്കിയേ, ഇതുണ്ടോ, ഇനി ഇങ്ങനെ കൊടുക്കാൻ പറ്റുമോ? കാര്യം എന്താ, കാര്യം ഓൺ ക്ലിക്കിലേക്ക് പാസ് ചെയ്യേണ്ട ഒരു ഫംഗ്ഷനാണ്. ഇവിടെ ഞാൻ ആ ഫംഗ്ഷനെ കോൾ ചെയ്തേക്കാം. കോൾ ചെയ്താൽ ഈ ഫംഗ്ഷൻ എന്താണോ റിട്ടേൺ ചെയ്യുന്നത് അതായിരിക്കും ഇവിടെ വരിക. അൺഡിഫൈൻഡ് ആണെങ്കിൽ അൺഡിഫൈൻഡ് ആയിരിക്കും വരിക. അപ്പോൾ നമുക്കത് പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഇവിടെ ഒരു ഫംഗ്ഷൻ തന്നെ പാസ് ചെയ്യാം. ആ ഫംഗ്ഷനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് കൗണ്ടിനെ വിളിക്കാം, കുഴപ്പമില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഇതിലേക്ക് ശരിക്കും പാസ് ആവുന്ന ഈ ഫംഗ്ഷൻ ആണ്
ഈ ഫംഗ്ഷൻ എപ്പോഴും എക്സിക്യൂട്ട് ചെയ്യുള്ളൂ, നമ്മൾ റിസെറ്റ് ബട്ടനെ പ്രസ് ചെയ്യുമ്പോഴേ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഇനി ആ റിസെറ്റ് ബട്ടണിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് എക്സിക്യൂട്ട് ആവുകയും ഇതിനകത്ത് സെറ്റ് കൗണ്ട് വെക്കുകയും ചെയ്യും. അപ്പോൾ എന്ത് കിട്ടും കണ്ടോ? നമുക്ക് വേണമെങ്കിൽ ഈ ബ്രാക്കറ്റ് ഒഴിവാക്കിയിട്ട് ഒറ്റ സിംഗിൾ ലൈൻ എഴുതാം. അതിങ്ങനെ ചെയ്തേക്കാം. ട്രൈ നോക്ക്. മതി ആക്ച്വലി നമുക്ക് വേണ്ടത്രേ ഉള്ളൂ. അതായത് നമ്മൾ ആദ്യം ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ 1 വരണം, പിന്നെ പ്രസ് ചെയ്യുമ്പോൾ 1 ഉണ്ടാവണം, താഴെ 2 വരണം, പിന്നെ 3 വരണം. അതായത് ഇങ്ങനെ ഇതൊരു ബോക്സ്. ഓക്കെ, പ്രസ് ബട്ടൺ. ഓക്കെ, ഇത് പ്രസ് ചെയ്യുന്ന സമയത്ത് ആദ്യം 1 വരണം, പിന്നെ പ്രസ് ചെയ്യുമ്പോൾ 1 ഉണ്ടാവണം, താഴെ 2 വരണം, പിന്നെ പ്രസ് ചെയ്യുമ്പോൾ 1 2 ഉണ്ടാവണം, താഴെ 3 വരണം. ഇങ്ങനെ പോകാം താഴെ. മനസ്സിലായോ? മനസ്സിലായോ? ആറാവും. യൂസേജ് അത് നിങ്ങൾ ട്രൈ ചെയ്യണോ? എന്താണോ ചെയ്യണോ? ഓക്കെ, എളുപ്പമാണ് ആക്ച്വലി. നോക്കിക്കോ, ഞാൻ ആദ്യമേ ഇത് ഫുൾ മാറ്റുവാണേ. ഓക്കെ, നമുക്ക് ഒരു ബട്ടൺ പോരെ? കൺഫ്യൂഷൻ ആവണ്ട വെച്ചിട്ട് മാറ്റാൻ ഞാൻ മാറ്റിയതാ. എന്തോ യൂസേജ് എനിക്ക് ഞാൻ ചെയ്യാം. ഇങ്ങനെ ഇത് കാണാം പോട്ടെ. അപ്പൊ നമുക്ക് ഇത് കൗണ്ടിന് വേണ്ടിയുള്ള അടുത്ത വേർ സെറ്റ് എഴുതാം. അപ്പം ഒരു കൗണ്ടിലല്ലോ മാറണ്ടേ, പുതിയ സെറ്റ് എഴുതാം. എത്ര സെറ്റ് കൊണ്ട് എഴുതാം? ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ പഴയ പോലെ തന്നെ ഫുള്ള് കളണ്ട് ചെയ്യടാ. ഓക്കെ, നമുക്ക് കൗണ്ടിന് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ അതെ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, നമ്മുടെ ആവശ്യം ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പം താഴേക്ക് വരണം. ഓക്കെ, അപ്പം ഞാൻ H1 മാറ്റി. എന്നിട്ട് ഞാനിവിടെ ഒരു അറയാക്കുന്നു. എനിക്ക് സ്ഥലത്തേക്ക് അറക്കകത്ത് 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ടെന്ന് വെച്ചോ. അപ്പം അത് താഴേക്ക് കാണിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടെ വരിക, ലൂപ്പ് ചെയ്യാം. ഞാൻ UL വന്നിട്ട് കൗണ്ട് ഡോട്ട് മാപ്പ് ഐറ്റം റിട്ടേൺ എന്താ LI. അതിനകത്തേക്ക് നമ്മൾ ചെയ്തല്ലേ ഇത്? നമ്മൾ ലൂപ്പ് ഇല്ലെന്നേ ഉള്ളൂ, നമ്മൾ വേറൊരു വേരിയബിൾ ഇട്ട് ചെയ്തായിരുന്നു. ഒന്നില്ലേ, അത് സൈഡിലാണ് കിടക്കുന്നത്. പോട്ടെ, അപ്പം എത്ര എണ്ണം വരുന്നത്? ഇപ്പം 6 വന്നാൽ 6 ആവും. ഓക്കെ, നമ്മുടെ ആവശ്യം എന്താ? ഇനിഷ്യലി ഇത് empty ആയിരിക്കണം. എന്നിട്ട് നമ്മൾ ആ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഇതിലേക്ക് ആഡ് ആവണം. എങ്ങനെ ചെയ്യാം? നമ്മൾ 2 അറേ തമ്മിൽ ജോയിൻ ചെയ്യുന്ന കാര്യം പറഞ്ഞായിരുന്നോ? 2 അറേ തമ്മിൽ, അതായത് നോക്കിയേ, നമുക്ക് 2 അറേ ഉണ്ടെന്ന് വെച്ചോ. നമുക്കിവിടെ 2 അറേ ഉണ്ട്. ഓക്കെ, നമുക്ക് മൂന്നാമതൊരു അറേ വേണം. അതിന്റെ പേര് C. അതിൽ എയിലുള്ളത് വരണം, ബിയിലുള്ളത് വരണം. എങ്ങനെ ചെയ്യാം? വർക്കാവില്ല, പ്രസ് ചെയ്യാൻ പറ്റില്ല. കുറെ ആൾക്കാണെങ്കിൽ ലൂപ്പൊക്കെ ചെയ്യേണ്ടി വരും അല്ലേ? അതിന് പകരം നമുക്ക് വേറെ സിമ്പിൾ കാര്യം ചെയ്യാം. ഇവിടെ വയ്ക്കാം, ഞാൻ ഇവിടെ വന്നിട്ട് അറേ ഇട്ടു, A, B എന്ന് കൊടുത്തു. എന്തായാലും ഔട്ട്പുട്ട് അറയ്ക്കകത്ത് പിന്നെ അറേ. ഇതാണ് നമുക്ക് വേണ്ടേ? അല്ല, നമുക്ക് വേണ്ടതാ എലമെന്റ്സ് മാത്രം വന്നാൽ മതി. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ വരിക, ഒരു ഡോട്ട് 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 കൊടുക്കുക, ഫസ്റ്റ് ഓപ്പറേറ്റർ എന്ന് പറയാം. ഇങ്ങനെ കൊടുത്താൽ ഇവിടെ സംഭവിക്കുന്ന പോലെ എന്താ വെച്ചാൽ, A എന്ന് പറയുന്ന ഒരു അറേ ആണെങ്കിൽ ഈ അറയ്ക്കകത്തുള്ള എലമെന്റ്സ് എല്ലാം ഇവിടെ വരും. അത് കഴിഞ്ഞിട്ട് കോമ B എന്ന് പറയുന്ന ഒരു അറേ ആണെങ്കിൽ ബിക്കകത്തുള്ള എലമെന്റ്സ് എല്ലാം ഇവിടെ വരും. അതായത് ഞാനിത് റൺ ചെയ്യുന്ന സമയത്ത് കണ്ടോ, 3 ഡോട്ട് പിന്നെ ഒരു അറേ വരും. ഇത് റെസ്റ്റ് ഓപ്പറേറ്റർ നമ്മൾ ഡിസ്ട്രക്ചറിംഗ് എന്ന് പറയുന്നത് ബാക്കി വരുന്ന ഐറ്റംസ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യാം. തുറന്നിക്കട്ടെ. ഓക്കെ, അപ്പൊ നമ്മുടെ ആവശ്യം എന്താ? നമ്മുടെ ആവശ്യം ആദ്യത്തെ വട്ടം പ്രസ് ചെയ്യുന്ന സമയത്ത് എന്ത് വരണം?
1 പിന്നെ 1 2 ആഡ് ആവണം. എങ്ങനെ ചെയ്യാം? കൗണ്ട് യൂസ് ചെയ്ത കാര്യം എങ്ങനെ കൂടെ ആടിയത്തില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യാൻ എന്താ വെച്ചാൽ സെറ്റ് കൗണ്ട് ഓഫ് ഓക്കെ RN വെക്കണം. പിന്നെ നമ്മൾ സെറ്റ് ചെയ്യേണ്ട RN അല്ലേ, ഇപ്പൊ എന്തുണ്ടോ അത് മാറ്റിയിട്ട് വെക്കും. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ചിലപ്പം 1 2 3 ഉണ്ടെന്ന് വെച്ചാൽ ഓൾറെഡി 1 2 3 ഉണ്ട്. ഇനി ഒന്ന് സെറ്റ് ചെയ്യണ്ടേ 1 2 3 4 വേണം അല്ലേ? അപ്പൊ നമ്മൾ ഇവിടെ വന്നിട്ട് നോക്കിയേ, ഞാൻ ഇവിടെ വന്നിട്ട് 4 ഇങ്ങനെ സെറ്റ് ചെയ്യാൻ വെച്ചാൽ ഇപ്പൊ എന്ത് സംഭവിക്കുക? ഇത് ഫുള്ള് റീപ്ലേസ് ചെയ്തിട്ട് പുതിയ അറ വരും. പുതിയ അറയ്ക്കകത്ത് 4 ഉണ്ട്. നമുക്ക് ഈ പുതിയ അറ എടുത്ത് വെക്കുമ്പോൾ ആ പുതിയ അറയ്ക്കകത്ത് പഴയ വാല്യൂസ് എല്ലാം വേണം, കൂടാതെ പുതിയ വാല്യൂ കൂടെ വേണം. അതായത് പുതിയ അറ വെക്കുമ്പോൾ 1 2 3 വേണം, കൂടാതെ 4 വേണം. പിന്നെ 4 ഉണ്ടെങ്കിൽ 1 2 3 4 വേണം, പിന്നെ 5 വേണം. ഇങ്ങനെയല്ലേ വേണ്ടേ? അപ്പൊ അതിന്റെ നമുക്ക് സെറ്റ് ചെയ്യുന്ന മുമ്പായിട്ട് ഇവിടെ വന്നിട്ട് ഡോട്ട് 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 കൗണ്ട് കോമ ഇവിടെ അടുത്ത വാല്യൂ വരണം. അതെങ്ങനെ എടുക്കാം? കൗണ്ട് പ്ലസ് 1 എങ്ങനെയാവും? കൗണ്ട് എന്ന് അറിയില്ലടാ, ലെങ്ത് പ്ലസ് 1 ചെയ്തൂടെ ഇല്ലേ? അപ്പൊ എന്ത് ചെയ്യാം? കൗണ്ട് ഡോട്ട് ലെങ്ത് പ്ലസ്. ഓക്കെ, നമുക്ക് നോക്കാം തുറക്കുന്നുണ്ടോ ശരിയല്ല, നമുക്ക് കളയാം. കണ്ടോ, ഡോട്ട് ആവുന്നതാണ്. ഞാൻ ഒരു ഹൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായി? നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ വട്ടം സെറ്റ് കൗണ്ട് കോൾ ചെയ്യുന്ന സമയത്ത് ആറ് റീപ്ലേസ് ആയിട്ട് പുതിയ അറ വരും. പുതിയ അറയ്ക്കകത്ത് ഓൾറെഡി പഴയ അറയ്ക്കകത്തുള്ള വാല്യൂസ് കൂടാതെ നെക്സ്റ്റ് വാല്യൂ. ഇങ്ങനെ ചെയ്യാൻ പറ്റും. പുഷ് ചെയ്താൽ കിട്ടില്ല, യു അപ്ഡേറ്റ് ആവില്ല. അത് മനസ്സിലായി നിങ്ങൾക്ക് എന്തുകൊണ്ട് കിട്ടില്ല എന്നുള്ള കാര്യം? ഇപ്പൊ ഓരോ വട്ടം ഇത് വർക്ക് ആവുന്ന സമയത്തും കൗണ്ട് ഡോട്ട് ലെങ്ത് പ്ലസ് 1 കൂടെ ആടാവും. ഓൾറെഡി ഉള്ള വാല്യൂസ് എല്ലാം വരും കൂടാതെ. മനസ്സിലായത്? ഏതാ അറേ വർക്ക് ആവുന്ന രീതിയാണോ? അതായത് ആദ്യം ഇനിഷ്യൽ നമ്മൾ MD അറേ വെച്ചു. ഓക്കെ ആണല്ലോ? നമ്മുടെ ആവശ്യം ആ ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് അറയ്ക്കകത്ത് MD ആണെങ്കിൽ 1 വരണം, അടുത്ത പ്രസ് ചെയ്യുമ്പോൾ 2 കൂടെ വരണം. അപ്പോൾ നമുക്കറിയാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം വെച്ചാൽ നമ്മുടെ യു അപ്ഡേറ്റ് ആവേണ്ടതുകൊണ്ട് തന്നെ ഈ കൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റേറ്റ് ആയിട്ട് സെറ്റ് ചെയ്തു. കാര്യം ആ കൗണ്ട് മാറുമ്പോൾ യു അപ്ഡേറ്റ് ആവണം, എന്നാലേ പുതിയ വാല്യൂ അവിടെ കാണിക്കുള്ളൂ, യുവിൽ കാണിക്കുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റേറ്റ് ഉപയോഗിക്കുന്നത് യു അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി. ഇനിയുള്ള പ്രശ്നം വെച്ചാൽ നമുക്ക് ഈ അറയ്ക്കകത്തുള്ള വാല്യൂ ചേഞ്ച് ചെയ്യാം, പക്ഷേ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് അറയ്ക്കകത്തുള്ള വാല്യൂ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പുഷ് കൊടുക്കാൻ പറ്റില്ല. പുഷ് കൊടുത്താൽ സംഭവിക്കും ചേഞ്ച് ആവും, പക്ഷേ യു അപ്ഡേറ്റ് ആവില്ല. യു അപ്ഡേറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം? ഈ സെറ്റ് കൗണ്ട് തന്നെ ഉപയോഗിക്കണം. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ സെറ്റ് കൗണ്ട് കോൾ ചെയ്യും. അപ്പോൾ സെറ്റ് കൗണ്ട് എന്താ ചെയ്യുന്നത്? നമ്മുടെ ആ ഒരു സ്റ്റേറ്റ് വേരിയബിൾ, അതായത് ആ കൗണ്ടിനകത്തുള്ള വാല്യൂ എന്താണോ ഉള്ളത് അതിനെ റീപ്ലേസ് ചെയ്യുക. ഒരു അറ ഉണ്ടെങ്കിൽ അതിനെ എടുത്ത് മാറ്റിയിട്ട് വേറെ കിട്ടും. ഓക്കെ ആണല്ലോ? അല്ലാതെ അതിനകത്ത് ആ ഉള്ള അറയ്ക്കകത്തേക്ക് അടിയല്ല ചെയ്യുക. അതാണ് പോയിന്റ്. അതായത് ഉള്ള അറയ്ക്കകത്തേക്ക് ആടിയല്ല ചെയ്യുക, പകരം എന്താണോ ഉള്ളത്, അതായത് കൗണ്ട് എന്ന് പറയുന്ന വേരിയബിൾ ഒരു അറയാണുള്ളെങ്കിൽ അതിനെ മാറ്റി പുതിയ അറ വെക്കുക ചെയ്യുക. ഓരോ നമ്പറും എന്ത് ചെയ്യണം? ആടാകുമ്പോൾ പുതിയൊരു അറയ്ക്കകത്ത് ആടിയിട്ട് പുതിയ അറ ഒന്ന് സെറ്റ് ചെയ്യണം. മനസ്സിലായോ? ഓരോ നമ്പർ ഓരോ അറയിലല്ല പോവുക, പകരം ഇപ്പം 1 2 3 ആണെന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? 4 ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ പുതിയ അറ ക്രിയേറ്റ് ചെയ്യും. അതിനകത്ത് ഓൾറെഡി 1 2 3 വേണം, കൂടാതെ 4 വേണം. രണ്ട് ഈ അറ കൊണ്ട് സെറ്റ് ചെയ്യും. അങ്ങനെ ഇത് വർക്ക് ആവുള്ളൂ. ഇപ്പോൾ ഒരു സമയം നോക്കിയാടാ, അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് പ്രസ് ചെയ്യുന്നു 1 2 3 ഒന്നെന്ന് വെച്ചാൽ ഇനി 4 വരുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ പുതിയ അറ സെറ്റ് ചെയ്യല്ലേ? അപ്പോൾ ആ പുതിയ അറയ്ക്കകത്ത് ഓൾറെഡി 1 2 3 വേണം, ഡോട്ട് 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 കൗണ്ട്. കാര്യം കൗണ്ടിനകത്ത് ഓൾറെഡി 1 2 3 ഉണ്ട്, കോമ പുതിയ വാല്യൂ എന്താ? കൗണ്ട് ഡോട്ട് ലെങ്ത് പ്ലസ് 1. ഇപ്പം 3 ഉണ്ട്, 3 പ്ലസ് 1 4. മനസ്സിലായോ? ഇങ്ങനെ ആയിരിക്കും ആടാവുക. ഓരോ വട്ടം ആഡ് ചെയ്യുമ്പോഴും ഈ അറ റീപ്ലേസ് ആയി വരുന്നത്. മനസ്സിലായത്? ട്രൈ നോക്ക്.